കേരളത്തിലെ നെൽകർഷകരുടെ അതിജീവനത്തെയും സംസ്ഥാനത്തിന്റെ ഭക്ഷ്യസുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന അതീവ ഗൗരവകരമായ ഒരു രാഷ്ട്രീയ സാമ്പത്തിക വിവാദമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ ഉടലെടുത്തിരിക്കുന്നത്. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തിന് ബാധ്യതയാണെന്ന കേന്ദ്ര സർക്കാരിന്റെ വിചിത്രമായ വാദവും കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന അധിക പ്രോത്സാഹന ബോണസ് നിർത്തലാക്കണമെന്ന നിർദ്ദേശവുമാണ് ഈ തർക്കത്തിന്റെ കാതൽ. കേരളം പോലൊരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നത് പതിറ്റാണ്ടുകളായുള്ള ലക്ഷ്യമാണ്. എന്നാൽ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ കർഷകർക്ക് കൈത്താങ്ങായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കേന്ദ്ര നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി കേരള ചീഫ് സെക്രട്ടറി അയച്ച ഔദ്യോഗിക കത്താണ് ഈ വിവാദങ്ങൾക്ക് ആധാരം. രാജ്യത്ത് അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപാദനം ആവശ്യത്തിലധികമാണെന്നും ഇത് സംഭരിക്കുന്നത് പൊതുഖജനാവിന് വലിയ സാമ്പത്തിക ഭാരം ഉണ്ടാക്കുന്നുവെന്നുമാണ് കത്തിലെ പ്രധാന ഉള്ളടക്കം. അതിനാൽ സംസ്ഥാനങ്ങൾ നൽകുന്ന അഡീഷണൽ ഇൻസെന്റീവ് ബോണസ് നിർത്തലാക്കണമെന്നും കർഷകരെ കൂടുതൽ ഉൽപാദനത്തിലേക്ക് പ്രേരിപ്പിക്കരുതെന്നും കേന്ദ്രം ആവശ്യപ്പെടുന്നു. കേന്ദ്ര നിർദ്ദേശത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും പ്രസ്താവനകളിലൂടെയും അദ്ദേഹം ഉയർത്തിയ പ്രധാന പോയിന്റുകൾ ഇവയാണ്. നെല്ലുൽപാദനം വർദ്ധിപ്പിക്കുന്നത് നാടിന് ബാധ്യതയാണെന്ന വാദം ലോകത്ത് ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഉൽപാദന വർധനവിനെ ശത്രുതാപരമായ മനോഭാവത്തോടെ കാണുന്നത് കർഷക വിരുദ്ധതയാണ്. കേന്ദ്രം നിശ്ചയിക്കുന്ന മിനിമം താങ്ങുവിലയ്ക്ക് പുറമെ കിലോയ്ക്ക് 6.31 രൂപ ബോണസ് നൽകിയാണ് കേരളം കർഷകരെ ചേർത്ത് പിടിക്കുന്നത്. കേന്ദ്രവിഹിതം കൃത്യസമയത്ത് ലഭിക്കാത്ത സാഹചര്യത്തിലും സംസ്ഥാനം സ്വന്തം നിലയ്ക്ക് ഈ തുക നൽകുന്നു. ഇതിൽ കേന്ദ്രത്തിന് എന്തിനാണ് അസ്വസ്ഥതയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വൻകിട കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയുടെ കടം എഴുതിത്തള്ളുന്ന കേന്ദ്ര സർക്കാർ പാവപ്പെട്ട കർഷകന് ലഭിക്കുന്ന ചെറിയ തുകയെ ബാധ്യതയെ ചിത്രീകരിക്കുന്നത് പരിഹാസ്യമാണ്. മുഖ്യമന്ത്രി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണോ ഈ നീക്കമെന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഇന്ത്യ-US വ്യാപാര കരാറിലെ നിബന്ധനകൾ പാലിച്ച് ആഭ്യന്തര ഉൽപാദനം കുറച്ച് വിദേശ ഇറക്കുമതിയെ പ്രോത്സാഹിപ്പിക്കാനാണോ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിച്ചു. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഭക്ഷ്യസുരക്ഷയും തകർക്കുന്ന നടപടിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ കൃഷിഭൂമി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലുള്ള ഭൂമിയിൽ നെൽകൃഷി നിലനിർത്താൻ വലിയ പ്രയത്നം ആവശ്യമാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന ബോണസാണ് പല കർഷകരെയും ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നത്. കൃഷി ലാഭകരമല്ലാതാകുമ്പോൾ കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറും. ഇത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് നയിക്കും. ഉൽപാദന വർധനവ് ബാധ്യതയാണെന്ന് പറയുന്നതിലൂടെ കേന്ദ്രം യഥാർത്ഥത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ബോണസ് നിർത്തലാക്കിയാൽ കർഷകർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകും. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തളർത്തുകയും കൂടുതൽ കർഷക ആത്മഹത്യകളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. CPIM സംസ്ഥാന സെക്രട്ടറി TP രാമകൃഷ്ണനും ഈ നീക്കത്തിനെതിരെ ശക്തമായി രംഗത്തെത്തി. സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. കേന്ദ്രം നൽകാനുള്ള നെല്ല് സംഭരണ വിഹിതം മാസങ്ങളായി വൈകിപ്പിക്കുന്നത് കർഷകരെ പട്ടിണിയിലാക്കാനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനങ്ങൾക്കിടയിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയരുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾ അധികമായി സംഭരിക്കുന്നത് സൂക്ഷിക്കാനുള്ള സൗകര്യമില്ലാത്തതിനാലാണ് കേന്ദ്രം ഇത്തരം ഒരു നിലപാട് എടുക്കുന്നതെന്ന് ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടി. എന്നാൽ അത് പരിഹരിക്കാൻ സംഭരണശാലകൾ നിർമ്മിക്കുന്നതിന് പകരം ഉൽപാദനം കുറയ്ക്കാൻ പറയുന്നത് വിനാശകരമായ ബുദ്ധിയാണെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള യുദ്ധവും മൂലം ഭക്ഷ്യക്ഷാമം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഈ കാലത്ത് ആഭ്യന്തര ഉൽപാദനം കുറയ്ക്കുന്നത് ആത്മഹത്യാപരമാണ്. കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന ഈ വെല്ലുവിളി കേവലം ഒരു തുകയുടെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ കാർഷിക നയത്തിന്റെ പാളിച്ചയാണ്. കർഷകനെ അന്നദാതാവായി കാണുന്നതിന് പകരം ലാഭനഷ്ട കണക്കിലെ ഒരു ബാധ്യതയായി കാണുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ചേർന്നതല്ല. സംസ്ഥാന സർക്കാർ നൽകുന്ന ബോണസ് നിർത്തലാക്കണമെന്ന നിർദ്ദേശം പിൻവലിക്കാൻ കേന്ദ്രം തയ്യാറാകണം. അല്ലാത്ത പക്ഷം കേരളത്തിലെ നെൽവയലുകൾ അപ്രതീക്ഷിതമാകുന്നതിനും നാം മറ്റൊരു വിദേശ രാജ്യത്തെ ഭക്ഷണത്തിനായി ആശ്രയിക്കേണ്ടി വരുന്നതിനും ഇത് കാരണമാകും. കേരളത്തിൽ നെല്ല് സംഭരണത്തിന്റെ പ്രധാന ചുമതല വഹിക്കുന്നത് പൊതുവിതരണ വകുപ്പിന് കീഴിലുള്ള സപ്ലൈകോ ആണ്. കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കുകയും അത് അരിയാക്കി മാറ്റി റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുകയും ചെയ്യുന്ന വികേന്ദ്രീകൃത സംഭരണ രീതിയാണ് സംസ്ഥാനം പിന്തുടരുന്നത്. ഇതിനായി മില്ലുടമകളുമായി സപ്ലൈകോ കരാറിൽ ഏർപ്പെടുന്നു. സംഭരണ ശൃംഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്നത് കേന്ദ്രം നിശ്ചയിക്കുന്ന താങ്ങുവിലയും സംസ്ഥാനത്തിന്റെ ബോണസും ചേർത്താണ് കർഷകർക്ക് വില നൽകുന്നത്. എന്നാൽ ഈ തുക നേരിട്ട് നൽകുന്നതിന് പകരം ബാങ്കുകൾ വഴി PRS വായ്പയായി നൽകുന്ന രീതി കർഷകരെ കടക്കണിയിലാക്കുന്നുവെന്ന പരാതിയും ശക്തമാണ്. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ലിന്റെ കേന്ദ്രവിഹിതം കൃത്യസമയത്ത് ലഭിക്കാത്തത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇത് കർഷകർക്ക് നൽകാനുള്ള പണം മാസങ്ങളോളം വൈകാൻ കാരണമാകുന്നു. നെല്ലുകുത്തി അരിയാക്കി മാറ്റുന്ന പ്രക്രിയയിൽ മില്ലുടമകൾ നടത്തുന്ന കൈകാര്യം ചെയ്യൽ, കൂലി സംബന്ധിച്ച തർക്കങ്ങൾ പലപ്പോഴും സംഭരണത്തെ ബാധിക്കാറുണ്ട്. സംഭരിച്ച നെല്ല് സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ആധുനിക ഗോഡൌണുകളുടെ അഭാവം മഴക്കാലത്ത് നെല്ല് നശിച്ചു പോകുന്നതിന് കർഷകർക്ക് നാശനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാക്കുന്നു. ചുരുക്കത്തിൽ കർഷകന് ന്യായമായ വില നൽകാൻ ബോണസ് അനിവാര്യമാണെങ്കിലും സംഭരണ ശൃംഖലയിൽ സാമ്പത്തികവും സാങ്കേതികവുമായ പാളിച്ചകൾ പരിഹരിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ്.